അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാം എന്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. ഈ പയ്യന് 10-20 വയസ്സേ ഉള്ളു, പക്ഷെ എന്തായാലും രേണുവിനേക്കാളും വിവരവും ബോധവും ഉണ്ട്. അങ്ങനെ ഒരു വോയിസ് പുറത്തു വന്നപ്പോഴത്തേക്ക് രേണു സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കിക്കൊണ്ട് വന്ന് ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഭാര്യ എന്നുള്ള രീതിയിൽ. ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കുവായിരുന്നു ഇത്ര നാൾ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? എനിക്കറിയാം എന്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അവന്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്റെ അച്ഛനെ എനിക്കറിയാം, അറിയാവുന്നവർക്ക് അറിയാം. അത് പിന്നെയും ഒരു വിവാദത്തിലോട്ട് തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്ന പോലെ അത്. പക്ഷെ രേണു അങ്ങനെയല്ല, രേണു ഇത് ഡബിൾ കണ്ടന്റ് ആക്കി വിറ്റു എന്നുള്ളത്. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു. സോഷ്യൽ മീഡിയ വന്ന് 10 പേര് എന്നെ ഡീഗ്രേഡ് ചെയ്താ അങ്ങ് താഴ്ന്നു പോണാനല്ല റോബൻ. വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു സുധി. പിന്നെ ചേച്ചി എന്തിനാ ചേച്ചി ഇത്ര രോക്ഷാകുലയാവുന്നേ? കഷ്ടം. തളരുന്നില്ലെങ്കിൽ ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണം. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടി നിങ്ങൾക്കാ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു കമന്റും ലാവൻ വിവി എങ്ങാണ്ട് പോയി കുത്തിപ്പോക്കിക്കൊണ്ട് വന്ന് അത് അവനൊരു വീഡിയോ ആക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ ഒരു കമന്റിന്റെ പുറത്ത് ഇവർക്കൊരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പെയ്ഡ് ഇന്റർവ്യൂ ആണല്ലോ, വെറുതെ വിളിച്ചു വരുത്തുള്ള ഇന്റർവ്യൂ അല്ലല്ലോ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. പണം ഇന്ന് വരെ നാളെ പോവും, പക്ഷെ നമുക്ക് വലുത് പണമാണ്. അതും പോരായിട്ട് വേറൊരു മീഡിയക്കാര് രണ്ടാമത്തെ വൈഫിന്റെ വോയിസും കുത്തിപ്പൊക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അടുത്ത ഇന്റർവ്യൂ പിന്നെ ഇവർക്ക് കിട്ടി. തുടങ്ങളെ വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കും. ഈ നാട് മുഴുവൻ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കും ഞാൻ. എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്.